യേശുവേ സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാണവൻ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും ഹല്ലേലൂയ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും ഹല്ലേലൂയ. കർത്താവിന്റെ തിരുനാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ആദ്യം കേൾക്കാൻ ചേർന്നത് നിങ്ങളുടെ തലയിലെ മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഒരു മനുഷ്യന്റെ തലയിൽ എത്ര മുടിയുണ്ട് എന്ന് ചോദിച്ചാൽ അത് ഞാൻ എണ്ണീട്ട് പറയാന്ന് പോലും പറയാൻ മനുഷ്യർക്ക് കേൾപ്പുണ്ടാവില്ല. കാരണം അത് അസാധ്യമാണ്, മനുഷ്യ ബുദ്ധിക്ക് അസാധ്യമാണ്. എന്തിനാണ് ആ വാക്ക് കർത്താവ് അവിടെ പറഞ്ഞതിന്റെ കാരണം? എന്നാ അത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. നിങ്ങളുടെ തലയിലെ മുടി മുഴുവൻ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആരാ കണക്ക് സൂക്ഷിക്കുന്ന ആരാ? ഈ തലമുടി എന്റെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് ആരെണ്ണീന്നാ പറയുക? ഇനി അത് കണക്ക് സ്വർഗത്തിൽ അറിയാതിരിക്കട്ടെ, അത് കഴിയുമ്പോൾ എന്ത് പ്രയോജനം? അത് നമ്മൾ ദൈവത്തിന്റെ വചനത്തെ സൂക്ഷ്മമായിട്ട് ഗ്രഹിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ചിന്ത വരുന്നത്. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്പോൾ നമ്മൾ അംശമായിട്ട് അറിയുന്നു, അന്ന് പൂർണ്ണമായിട്ട് അറിയും എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഒരു പരിധിയുണ്ട്, ബുദ്ധിക്ക് പരിധിയുണ്ട്. ഇന്ന കാര്യങ്ങൾ ഇന്ന് വരുന്നാൽ അങ്ങനെ വരും, ഇങ്ങനെ വരും. ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോകുന്ന വഴിക്ക് എത്ര വൃക്ഷങ്ങൾ നിൽക്കുന്നുണ്ട്. ഇന്ന് ഞാൻ എറണാകുളത്ത് പോയെന്ന വഴിക്ക് എത്ര വണ്ടി ഞാൻ കണ്ടു, എത്ര മരട് ഉണ്ടായിരുന്നു, ഇതൊന്നും എനിക്കറിയാൻ പാടില്ല. കാരണം എനിക്ക് പരിധി. പക്ഷെ ഞാൻ പോകുന്ന വഴിക്ക് നമ്മൾ നേരെ വന്ന 1-2 വണ്ടികൾ ഞാൻ ഓർക്കും, അല്ലെങ്കിൽ 8-10 വണ്ടികൾ ഞാൻ ഓർക്കും, ബാക്കിയുള്ള ഓർക്കും. പക്ഷെ ഇതെല്ലാം മാനുഷികമായിട്ടുള്ള ബുദ്ധിക്ക് പറയുന്ന കാര്യങ്ങളാണ്. ഇതിനും അപ്പുറം ഒരു കാര്യമുണ്ട് എന്നറിയാമോ? നമ്മൾ ഈ ജഡത്തിൽ രക്തത്തോടു കൂടി ഈ ചക്രത്തിൽ, അതായത് രക്തചംക്രമണത്തിൽ നമ്മെ ചേർത്ത് വെച്ച് ഇങ്ങനെ ഒരു സംവിധാനത്തെ കർത്താവ് പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശം 70 സംവത്സരം അല്ലെങ്കിൽ ഏറെ 80 സംവത്സരം ഉണ്ടെങ്കിൽ ആ 80 സംവത്സരം കൊണ്ട് ഈ ജീവനോട് ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആത്മാവിന് ചില വ്യത്യാസങ്ങൾ വരുത്തണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതൊരു സംവിധാനം മാത്രമാണ്. അതുകൊണ്ട് ഈ ബുദ്ധി, ഈ ജ്ഞാനം ചിലരൊക്കെ വിചാരിക്കാൻ കഴിഞ്ഞാൽ എന്തോ ഒരു കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാം എന്നുള്ള നിലയിലാണ്. പക്ഷെ ഒന്നുമില്ല. ഇത് താൽക്കാലികമായി ഈ ലോകത്തിലൊരു ജീവിതം മാത്രമാണ്. ഇതങ്ങ് വിട്ടതിന് ശേഷം നമ്മൾ സ്വതന്ത്രമാകുന്ന ഒരു സമയം വരും. സ്വതന്ത്രമാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ചക്രത്തിൽ നമ്മൾ പഠിക്കണത്തിന് ചക്രം ഉടയും, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും, പൊടി കൊണ്ട് പൊടിയായിരുന്നതുപോലെ പൊടിയിലേക്ക് ചേരും. ഈ ക്രിയകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആത്മാവ് വേർതിരിക്കുന്ന സമയം വരും. ഇങ്ങനെ വേർതിരിഞ്ഞ് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്, അയ്യോ ഞാൻ ഇന്നലെ ഞാൻ അദ്ദേഹത്തിന്റെ എറണാകുളത്ത് ബ്രദറിന്റെ വീട്ടിൽ പോയി. ആ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എത്ര മനുഷ്യരെ കണ്ടു. ഞാൻ വഴിയിൽ ആരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു, ഇതൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഞാൻ ഇതിൽ നിന്ന് വേർതിരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം വ്യക്തമായിട്ട് നമുക്ക് അതറിയാൻ സാധിക്കും. അതിന് ഉദാഹരണമാണ് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഇതൊക്കെ സംഭവിച്ചു തീരുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകില്ല എന്ന് പറഞ്ഞാൽ യേശു ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന തലമുറ ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഒഴിഞ്ഞു പോകില്ല. ആ തലമുറ ഉണ്ടോ? അപ്പോൾ യേശു പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? യേശു പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഇതുവരെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. അതെല്ലാവർക്കും അറിയാം, സംഭവിക്കാൻ പോകുന്നില്ല. തലമുറ ഒഴിഞ്ഞു പോകില്ല എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. തലമുറ ഒഴിഞ്ഞു പോയോ? തലമുറ പോവുകയും ചെയ്തു. പിന്നെ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? വചനം പറയുന്നത് കഴിഞ്ഞു പോയതിനെ ദൈവം അന്വേഷിക്കും. ന്യായവിധി നടന്ന ഒരു ദിവസമുണ്ട്. ന്യായവിധി ദിവസത്തിൽ
നീ അന്ന് എറണാകുളത്ത് പോയി കഴിഞ്ഞപ്പോ അവിടെ വെച്ച് പ്രാർത്ഥിച്ചതും ആ പോകുന്ന വഴി അവിടെ വെച്ച് നിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന വിചാരങ്ങൾ മുഴുവനും ഇരുട്ടത്ത് പറഞ്ഞത് വെളിച്ചത്ത് വെളിപ്പെടുത്തുന്ന ഒരു ദിവസം ആ തലമുറയെ അങ്ങനെ തന്നെ കർത്താവ് കൊണ്ടുവരുന്നു. അന്ന് ക്രിസ്തുയേശു ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ആ തലമുറയെ അങ്ങനെ തന്നെ ചിത്രത്തിൽ വരുന്നത് പോലെ കർത്താവ് കൊണ്ടുവരും. കൊണ്ടുവന്നതിന് ശേഷമാണ് ന്യായവിധി. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നറിയാമോ? ശേബാരാജ്ഞി ഈ തലമുറയോട് ഒരുമിച്ച് എഴുന്നേൽക്കും. എഴുന്നേൽക്കും? നാളെ ന്യായവിധി ദിവസത്തെങ്കില് ശേബാരാജ്ഞി ഇന്നില്ല. അന്നുണ്ടായിരുന്ന തലമുറയില്ല, ശലോമോനും ഇല്ല, ആരുമില്ല. പക്ഷെ നാളെ ന്യായവിധി ദിവസത്തെങ്കില് ആരെഴുന്നേൽക്കും? ഈ ശേബാരാജ്ഞി എഴുന്നേൽക്കും. ഒപ്പം ആരെഴുന്നേൽക്കും? ആ തലമുറയിലുള്ളവർ എഴുന്നേൽക്കും. വന്നിട്ട് എല്ലാവരും കൂടി ഈ നിർത്തും. എല്ലാവരും കൂടെ നിർത്തിയതിനു ശേഷം അവിടെ വെച്ച് ന്യായവിധി കഴിയും. ശേബാരാജ്ഞി തെക്കേ ദേശത്ത് നിന്ന് വന്നതും ജ്ഞാനം പ്രാപിച്ചതും ദൈവഭയം ഉണ്ടായതും അവിടെ ഉള്ളവർ അത് ചെയ്യാതിരുന്നതും ആയ കാര്യങ്ങളൊക്കെയും വെച്ചതിന് ശേഷം ഇവരെ ന്യായം വിധിക്കും. ന്യായം വിധിച്ച് കഴിയുമ്പോഴാണ് തീർന്നത്. ഒഴിഞ്ഞു പോക്ക് എന്ന് പറഞ്ഞാൽ ഇനി ഉണ്ടാവില്ല. അപ്പൊ ന്യായം വിധി കഴിഞ്ഞാൽ ശേബാരാജ്ഞി നീ ചെയ്തതിന് പ്രതിഫലം നീ പോവാ. ഈ തലമുറ ചെയ്തതിന് പ്രതിഫലം വാങ്ങാൻ അവർ പോവാ. ഇനി മുതൽ ഇത് കൂടി വരില്ല, അന്ന് അഴിച്ചു വിടുള്ളൂ. അതാണ് ദൈവത്തിന്റെ ആരും പറയുന്നത്. ഇന്ന് നമ്മൾ ഭയപ്പെടണമെന്ന് പറയുന്നതാണ്. ഭയപ്പെടണം. കാരണം അവൻ എന്റെ കാലടികൾക്ക് എന്ത് വരയ്ക്കുന്നു? വരവരയ്ക്കും. ഞാൻ എവിടെയെല്ലാം പോയിട്ടുണ്ട്, എന്റെ കാലം എവിടെയെല്ലാം വെച്ചിട്ടുണ്ട്, എന്റെ മനസ്സ് എവിടെയെല്ലാം പോയിട്ടുണ്ട്, ഇത് മുഴുവനും വരച്ചു വെച്ചിരിക്കുക. നാളെ ഇത് മുഴുവനും പ്രസാദ ഭാഗം കൊണ്ടുവരും. നമ്മൾ വിചാരിക്കുന്നത് ഇത് എന്തുകൊണ്ടാണെന്നറിയാം? ഓ, ഞങ്ങൾ അന്ന് അങ്ങനെ ചിന്തിച്ചത് സാരമില്ല എന്ന് ചിന്തിക്കും. പക്ഷെ ഇന്ന് ഞാൻ ഈ ജഡത്തിൽ വസിക്കുന്നതുകൊണ്ട് അത് സാരമില്ലെന്ന് ഞാൻ പറയുന്നത്. ഈ ജഡത്തിൽ നിന്ന് ഞാനങ്ങ് മാറിക്കഴിഞ്ഞാൽ അയ്യോ, അത് സ്പഷ്ടമായിട്ട് അത് വെളിപ്പെട്ടു പോയി. ഇത് അറിഞ്ഞിട്ട് വേണം, ഈ വചനത്തിന്റെ പൊരുൾ അറിഞ്ഞിട്ട് വേണം മനുഷ്യൻ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഹൃദയത്തിൽ നിരൂപിക്കാനും എന്നാണ് ദൈവത്തിന്റെ ആത്മാവെന്ന് പഠിപ്പിച്ചത്. കർത്താവ് വചനം നമുക്ക് അങ്ങേയറ്റം പ്രയോജനം ചെയ്യുന്നതാണ്, സൂക്ഷ്മതയോടെ. കാരണം ഒരു കാര്യവും മറിഞ്ഞിരിക്കില്ല. ഓർത്തുകൊള്ളണം, ഇന്ന് മറിഞ്ഞിരിക്കുന്നെങ്കിൽ നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ് മറിഞ്ഞിരിക്കുന്നത്. ഈ ജഡത്തിൽ നിന്ന് അങ്ങ് മാറട്ടെ. ഇന്ന് നമ്മൾ അല്പം അറിയുന്നു, അന്ന് പൂർണ്ണമായിട്ട് അറിയുന്ന ഒരു ദിവസം വരും. അത് അറിവിന്റെ, അത് മനുഷ്യൻ അറിവ്, ആത്മാവിലുള്ള അറിവിന്റെ വിശാലതയാണ്. ആ ദിവസത്തിലേക്ക് നോക്കിയിട്ട് വേണം സംസാരിക്കാൻ, ചിന്തിക്കാൻ, അനുഭവിക്കാൻ, നിരൂപിക്കാൻ. ഏത് കാര്യത്തിനും വേണമെങ്കിലും ആദ്യമേ തന്നെ അത് ഓർത്തു. കർത്താവ് സ്തോത്രം. അതാണ് കർത്താവ് നിങ്ങൾക്ക് കൊണ്ടയച്ചത്. നിങ്ങളുടെ തലയിൽ മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. അന്ന് ഞാൻ ജീവനോട് ഇരിക്കുമ്പോ അന്ന് നിനക്ക് എത്ര മുടി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുണ്ട്. കൃത്യമായിട്ട് ആ മുടിയുടെ എണ്ണം അവിടെ ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഒരു പിടി മുടി എടുത്തതിന് ശേഷം അത് തന്നെ പറയാൻ പറ്റും? പറ്റില്ല. ബുദ്ധിമുട്ട്, പ്രയാസം. പക്ഷെ അന്ന് പറയാം, ആത്മാവിൽ പറയാം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇത് കണ്ട് വേണം നമ്മൾ ജീവിക്കാനെന്നാണെന്ന് പറഞ്ഞതിന്റെ സാർ. ഇത് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഇന്ന് കർത്താവിന്റെ സന്നിധിയില് ഓരോ കാര്യങ്ങൾ ഇടപെടാൻ, സംസാരിപ്പാൻ, അനുഭവിപ്പാൻ. കാര്യങ്ങളെല്ലാം അങ്ങേയറ്റം നമ്മൾ സൂക്ഷിച്ച് വേണമെന്നാണ് കർത്താവ് നമ്മൾക്ക് കോടയായി തന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് സൂക്ഷിക്കാം, വാക്കുകളെ സൂക്ഷിക്കാം, ഭാവങ്ങളെ സൂക്ഷിക്കാം, നിരൂപണങ്ങളെ സൂക്ഷിക്കാം, അനുഭവങ്ങളെ സൂക്ഷിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.